നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇപ്പോൾ 35 വയസ്സാണ്. അതായത് അബ്രഹത്ത്, യമനിലെ എത്യോപ്യൻ രാജാവിൻ്റെ നേഗസിൻ്റെ സാമന്തനായിരുന്ന അബ്രഹത്ത് കഅബ പൊളിക്കാൻ വന്ന സംഭവം, ആനക്കലഹ സംഭവം എന്ന പേരിലാണ് ഇസ്ലാമിക അറബി ചരിത്രത്തിൽ അറിയപ്പെടുന്നത്, മക്കയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അന്ന് തൊട്ട് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സ് പ്രായമാണ്. ഈ ഘട്ടത്തിലാണ് ഖുറൈശികൾ അവരുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തീരുമാനിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, 4000മോ അല്ലെങ്കിൽ ചിലപ്പോൾ 3000-ലധികം, 4000-തോടടുത്ത കാലഘട്ടത്തിന് മുമ്പാണ്, കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ പണിതുയർത്തിയിട്ടുള്ളത്. ഈ കഅബയുടെ ഭിത്തികൾ ഇപ്പോൾ വളരെ ബലക്ഷയം ബാധിച്ചിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ചിലപ്പോൾ അതേത് സമയത്തും വീണ് ഉടയാം എന്ന അവസ്ഥയോളം എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് കഅബ പുതുക്കി പണിയണം എന്ന് ഖുറൈശികൾ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? അതിനവർ വഴി കണ്ടെത്തിയത് അവരുടെ സമ്പത്തിൻ്റെ ശുദ്ധമായിട്ട് യാതൊരു അനീതിയോ അക്രമവും ഇല്ലാത്ത, നിഷിദ്ധമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെയും സമ്പാദിച്ചിട്ടില്ലാത്ത സമ്പത്ത്, ആ സമ്പത്ത് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഅബ പണിയുക എന്നതാണ് അവർ തീരുമാനിച്ചിട്ടുള്ള സംഗതി. കഅബ പൊളിച്ച് അതിൻ്റെ ഓരോ ഭാഗവും അത് പണിതുയർത്തേണ്ടതുണ്ട്. അതിനവർ കണ്ടിട്ടുള്ള രീതി, മക്കയിലെ ഖുറൈശികളിലെ ഓരോ കുടുംബവും ഇതിൻ്റെ ഓരോ ഭാഗം ഏറ്റെടുക്കുകയും അത് അവർ പൊളിക്കുകയും എന്നിട്ട് അവർ തന്നെ അത് നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യാനുള്ളതാണ്. അപ്പോൾ മക്കയിലെ എല്ലാ കുടുംബങ്ങളും ഇതിന് ഭാഗവാക്കുകളാണ്. കാരണം കഅബ എന്ന് പറയുന്നത് അവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ടുള്ള ഒന്നാണ് കഅബ എന്നത്. അത് നശിച്ചു പോവുക എന്നത് ഒരിക്കലും തന്നെ അവർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത സംഗതിയാണ്. അതുകൊണ്ട് അതിന് വരുന്ന കേടുപാടുകൾ തീർക്കുകയും അത് പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതിൽ അവർ എല്ലാവരും തന്നെ ഉത്സാഹമുള്ളവരാണ്. അത് അവരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ കഅബ പൊളിച്ചതിന് ശേഷം ഓരോരുത്തരും അവരവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഭാഗം അവർ പണിതുയർത്തുകയാണ്. അങ്ങനെ അത് പണിത് ഈ കഅബയുടെ വാതിൽ എന്ന് പറയുന്നത്, കഅബയ്ക്ക് 2 വാതിലുണ്ടായിരുന്നു നേരത്തെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച കഅബയ്ക്ക് 2 വാതിലുണ്ടായിരുന്നു. ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തും മറ്റൊന്ന് കിഴക്ക് ഭാഗത്തുമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഖുറൈശികൾ ഇവിടെ പുനർനിർമ്മാണം നടത്തുമ്പോൾ സംഭവിച്ചത്, അവർ വിചാരിച്ചതുപോലെ സാമ്പത്തികമായിട്ടുള്ള പൂർണ്ണത, ഈ കഅബ പൂർണ്ണമായിട്ട് അതിൻ്റെ പഴയ രൂപത്തിൽ നിർമ്മിക്കാൻ മാത്രമുള്ള സാമ്പത്തികമായിട്ടുള്ള സമ്പന്നത അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ കഅബയുടെ വടക്കുള്ള കുറച്ച് ഭാഗം അതിൽ നിന്ന് മാറ്റി നിർത്തുകയും അതുപോലെ തന്നെ 2 വാതിലുള്ളത് ഒരു വാതിലായിട്ട് പടിഞ്ഞാറേ ഭാഗത്തുള്ള വാതിൽ ഒഴിവാക്കി കിഴക്ക് ഭാഗത്ത് മാത്രം വാതിൽ സ്ഥാപിക്കുകയും ചെയ്യുന്ന രീതിയാണ് അവരിതിൽ സ്വീകരിച്ചു പോകുന്നത്. ഈ കിഴക്കേ ഭാഗത്തെ വാതിലിൻ്റെ ആ ഭാഗം ബനൂ സുഹറ, ബനൂ മുത്തലിബ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായിട്ടുള്ള ബനൂ ഹാഷിം, ബനൂ സുഹറ, ഈ കുടുംബങ്ങളാണ് അത് ഏറ്റെടുത്തിരുന്നത്. ഏതായിരുന്നാലും കഅബ ഇവരെല്ലാവരും കൂടി പൊളിച്ചു. അത് പുനർനിർമ്മാണം തുടങ്ങി. ഹജറുൽ അസ്വദ് വെക്കേണ്ട അത്രയും ഉയരത്തിലെത്തിയപ്പോൾ അവർക്കിടയിൽ തർക്കം ഉടലെടുക്കുകയാണ്. എന്താണ് തർക്കം? ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കേണ്ടത് തങ്ങളാണ് എന്ന് ഓരോ കുടുംബവും വാദിക്കുന്നു. അതൊരു വലിയ മഹത്വമായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. അത് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. എന്ന് മാത്രമല്ല, തങ്ങളെ
പിന്നെ തങ്ങൾക്ക് ഇതിനുള്ള അവകാശം നിഷേധിക്കല്ല, തങ്ങളത് സ്ഥാപിക്കുന്നത് എതിർക്കുന്ന ആരുമായും യുദ്ധം ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ ഓരോ കുടുംബവും യുദ്ധത്തിന് വരെ തയ്യാറെടുക്കുന്നിടത്തോളം സംഗതി എത്തി എന്നുള്ളതാണ്. ഈ തർക്കം അത്രത്തോളം രൂക്ഷമായി നിലകൊള്ളുകയാണ്. ഏതായിരുന്നാലും ഈ തർക്കം 3-4 ദിവസം നീണ്ടു നിന്നു. അതിലേക്ക് മുഗീറ, അദ്ദേഹമാണ് അവരുടെ കൂട്ടത്തിൽ പിന്നെ പ്രായം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ആൾ. മുഗീറ അവരുടെ മുമ്പിൽ ഒരു നിർദ്ദേശം വെക്കുകയാണ്. ആ നിർദ്ദേശം എന്താണ്? അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ അദ്ദേഹമാണ് നിർദ്ദേശം സമർപ്പിക്കുന്നത്. മഖ്സൂം കുടുംബക്കാരനാണ് ഉമയ്യത്ത് ബിനുൽ മുഗീറ എന്ന് പറയുന്ന ഈ വയോവൃദ്ധനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം പ്രായവാദിക്കുള്ള ഒരു ആളുകളുടെ ഇടയിൽ ആദരണീയനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളവർക്ക് അദ്ദേഹം പറയുന്നത് ഏറെക്കുറെ എല്ലാവരും കേൾക്കും എന്നത് കൊണ്ടാവണം അദ്ദേഹം ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം, കഅബയിലേക്ക് ഈ വാതിലിലൂടെ ആദ്യമായിട്ട് കടന്നു വരുന്ന ആൾ ആരാണോ നമ്മൾക്ക് അദ്ദേഹത്തെ ഈ ഇതിലുള്ളവർ സമവായം അല്ലെങ്കിൽ പഞ്ചായത്തുകാരനായിട്ട് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരകനായിട്ട് നമ്മൾക്ക് അദ്ദേഹത്തെ കാണാം എന്നാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ച നിർദ്ദേശം. വെറുതെ ഈ സംഗതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ലാന്നും അത് ഖുറൈശികളുടെ നാശത്തിലായിരിക്കും കലാശിക്കുക എന്നൊക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഉമയ്യത്ത് ബിനുൽ മുഗീറയുടെ ഈ നിർദ്ദേശം മക്കയിലുള്ള ഈ ഗോത്രങ്ങളെല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ യാദൃച്ഛികമായിട്ടാവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവർ നിശ്ചയിച്ച ആ ഭാഗത്തൂടെ കഅബയുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയിൽ ആകൃഷ്ടനാണ് ഖുറൈശികളെല്ലാവരും. അതുകൊണ്ട് അദ്ദേഹത്തിന് അവരുടെ മുമ്പിൽ അവർക്കിടയിൽ ഒരു സ്ഥാനവും വലുപ്പമൊക്കെ ഉണ്ട്. അദ്ദേഹം ചെറുപ്പക്കാരനാണെന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ ഇവരെല്ലാവരും സമ്മതിച്ചു. മുഹമ്മദ് അമീൻ, നമ്മൾ അമീനെ സംതൃപ്തരാണ്, അദ്ദേഹം തീരുമാനമെടുക്കട്ടെ എന്നാണ് അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സംഗതികളൊക്കെ പറഞ്ഞു. കഅബ പൊളിച്ചത് മുതൽക്ക് അല്ലെങ്കിൽ പൊളിക്കാൻ തുനിഞ്ഞത് മുതൽക്ക് അതിൻ്റെ ഓരോ ഭാഗവും ഓരോരുത്തരും ഏറ്റെടുത്തതും ഏറ്റെടുത്ത ഭാഗം പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നതും അവസാനം ഇപ്പോൾ ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ട സമയമായപ്പോൾ ഉടലെടുത്തിട്ടുള്ള ഈ തർക്കവും അത് എത്രത്തോളം രൂക്ഷമാണ്, യുദ്ധത്തിൻ്റെ വക്കോളം എത്തിയിട്ടുണ്ട്, ഈ സംഗതികളൊക്കെ അദ്ദേഹത്തെ തെര്യപ്പെടുത്തുകയാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കുടുംബപക്ഷപാതിത്വമുള്ള ആളായിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും, തൻ്റെ കുടുംബമായിട്ടുള്ള ബനൂ ഹാഷിം അതുപോലെ ബനൂ സുഹറ ഏറ്റവും അടുത്ത കുടുംബക്കാർ ഇവരാണ്, അവരാരെങ്കിലും ആവട്ടെ അല്ലെ ഇത് സ്ഥാപിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അതല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി തന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് കൊണ്ട് താൻ തന്നെ ആവട്ടെ അത് സ്ഥാപിക്കുന്നത് എന്നും അദ്ദേഹത്തിന് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചാൽ അവർ പിന്നെ അവിടെ ആക്ഷേപമൊന്നും ഉന്നയിക്കില്ല. കാരണം മുഹമ്മദിനെ, അമീനിനെ, സത്യസന്ധനായിട്ടുള്ള സാദിഖായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള മുഹമ്മദിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ സംതൃപ്തരാണ് എന്നെല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അതിൽ വേറെ ഒരു അങ്കലാപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തതെന്തായിരുന്നു? അദ്ദേഹം ഒരു വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു തുണി അല്ലെങ്കിൽ ഒരു മുണ്ട്. എന്നിട്ട് അതിൽ അദ്ദേഹം ആ ഹജറുൽ അസ്വദ് എടുത്തു വെക്കുകയാണ്. എടുത്തു വെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഓരോ കുടുംബത്തിലെയും തലമുതിർന്ന ആൾ ഈ വസ്ത്രത്തിൻ്റെ ഓരോ ഭാഗവും പിടിക്കട്ടെ. അതനുസരിച്ച് എല്ലാ കുടുംബത്തിലും പെട്ട തലമുതിർന്ന ഓരോരുത്തർ വന്ന് ഈ വസ്ത്രം പിടിച്ചു, ഹജറുൽ അസ്വദ് പൊക്കി.
അത് സ്ഥാപിക്കേണ്ട ആ സ്ഥലത്ത് ആ ഉയരത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലെടുത്തിട്ട് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ കല്ലെടുത്തിട്ട് അവിടെ സ്ഥാപിക്കുകയാണ്. ഇതോടുകൂടി അവരുടെ ആ തർക്കം തീർന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തന്ത്രപരമായി ഒരു സമൂഹത്തെ കാർന്നു തിന്നേക്കാമായിരുന്ന വലിയ അപകടം വരുത്തി വെക്കാമായിരുന്ന ഒരു യുദ്ധത്തിൽ നിന്ന്, ആ യുദ്ധത്തിൻ്റെ വക്കിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിച്ചത് എത്ര സമർത്ഥമായിട്ടാണെന്നും അത് തന്നെയും എത്ര നീതിബോധത്തോടും അതുപോലെ തന്നെ എത്ര യുക്തി ഭദ്രമായിട്ടുള്ള രീതിയിലാണ് എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്നത് മക്കയിലെ ഒരു സാധാരണ വ്യക്തി മാത്രമാണ്. അദ്ദേഹം പ്രവാചകനായിട്ടില്ല. അതാണ് ഒന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മൊത്തത്തിൽ നാട്ടിൽ നടക്കുന്നത് പലപ്പോഴും അനീതിയും അക്രമവും അതുപോലെ തന്നെ മറ്റുള്ളവരെ അവഗണിക്കുന്ന രീതിയുമൊക്കെ ആണെങ്കിൽ, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ 35 വയസ്സുള്ള ഈ യുവാവ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും പരിഗണന നൽകുകയും ആർക്കും തന്നെ താൻ ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചായ്വ് പുലർത്തി എന്ന രീതി തോന്നാത്ത അങ്ങനെയുള്ളൊരു ചിന്ത ആരുടെ മനസ്സിലും കടന്നു വരാത്ത വിധം എല്ലാവർക്കും തന്നെ സ്വീകാര്യമായ, എന്നാൽ എല്ലാവരുടെ മുമ്പിലും നീതിപൂർവകമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യമാവുന്ന വിധത്തിൽ ഈ കാര്യം കൈയാളി എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയുടെ ഏറ്റവും ഉയർന്ന ഭാവം നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സമൂഹത്തിൽ ഐക്യവും ഭദ്രതയും അതുപോലെ തന്നെ ഒരുമയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും ചെയ്യുന്ന ഒരു സംഗതിയാണിത്. ആളുകളെ തമ്മിൽ തെറ്റിക്കുകയോ അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൂടുതൽ പരിഗണനയും മറ്റൊരു വിഭാഗത്തിന് അവഗണന നൽകുകയും ചെയ്യാന്നുള്ളത് ആ സമൂഹത്തെ തമ്മിൽ അകറ്റുന്നതിന് തുല്യമാണ്. തന്നിൽ നിന്ന് തന്നെയും ആ സമൂഹത്തെ അകറ്റുന്നതിന് കാരണമായി തീരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി അദ്ദേഹം അനുവർത്തിച്ചിട്ടുള്ള ഈ സമീപനവും അത് ഏറ്റവും വലിയ മാതൃകാപരമായ സമീപനമായിരുന്നു എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം ആ സമൂഹത്തിൽ ഉടലെടുക്കാമായിരുന്ന ഒരു വലിയ ചോര ചിന്തുന്ന ഏർപ്പാട് അതോടുകൂടി അവസാനിക്കുകയാണ്. തുടർന്ന് അവർ കഅബ പണി പൂർത്തിയാക്കി. ആ കഅബയുടെ വടക്ക് ഭാഗത്തുള്ളൊരു ഭാഗം ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് കുറച്ച് ഭാഗം അവർ ഒഴിച്ചിടുകയാണ്. കാരണം അവരുടെ സാമ്പത്തിക ശേഷി അതിന് മാത്രം അത് പൂർത്തിയാക്കാൻ മാത്രം ഉയർന്നതായിരുന്നില്ല എന്നതാണ് അതിന് കാരണം. ഈ സംഭവത്തെ, അതായത് ഹിജർ ഇസ്മായിലിൻ്റെ ഈ ഭാഗം അത് കഅബയുടെ ഭാഗമായി തന്നെയാണ് അന്നും എന്നും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരിക്കലും ഇത് അനുസ്മരിക്കുന്നുണ്ട്. ഖുറൈശികൾ അടുത്ത കാലത്താണ് മദീന ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം അനുസ്മരിക്കുന്നത്. ഖുറൈശികൾ അടുത്ത കാലത്താണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. അല്ലായിരുന്നുവെങ്കിൽ, അതായത് മക്ക ഹിജ്റയുടെ 8-ാമത്തെ വർഷം മക്ക കീഴടങ്ങിയപ്പോഴാണല്ലോ ഖുറൈശികൾ ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മക്ക കീഴടങ്ങിയതിൻ്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നതെന്നാണ് വരിക. അപ്പോൾ ഖുറൈശികൾ അടുത്ത കാലത്തായിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ചില സംഗതികൾ അവർക്ക് അരോചകമായി തോന്നാം, അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോവാം. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ കഅബ പൊളിച്ചിട്ട് നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പണിതുയർത്തിയിട്ടുള്ള ആ അടിത്തറയിൽ അത് പണിതുയർത്തുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ കാര്യം പ്രഖ്യാപിക്കുന്നത് ഈ ഹിജർ ഇസ്മായിലിൻ്റെ ഈ വടക്കേ ഭാഗത്ത് ഒഴിവാക്കിയിട്ടുള്ള ഈ ഭാഗവും കൂടി കഅബയുടെ ഭാഗമാണ്. അതുകൂടി കഅബയുടെ ഭാഗമായി അംഗീകരിച്ചുകൊണ്ട് വേണം കഅബയുടെ ചുറ്റും ഒരാൾ തവാഫ് ചെയ്യാൻ എന്ന ഒരു സന്ദേശവും കൂടി
ഇതിന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ 35-കാരൻ്റെ സ്വഭാവ മഹിമ, അദ്ദേഹം തൻ്റെ സമൂഹത്തിൽ എല്ലാവർക്കും നൽകിയിട്ടുള്ള പരിഗണന, പ്രശ്നപരിഹാരത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള സമീപനം, അദ്ദേഹത്തിൻ്റെ ഈ തന്ത്രശാലീനത, അതുപോലെ തന്നെ ബുദ്ധിവൈഭവം, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന അനാഥനായി ജനിച്ചു, എന്നിട്ട് പിതൃവ്യൻ്റെ അതുപോലെ തന്നെ പിതാമഹൻ്റെയും പിതൃവ്യൻ്റെയും സംരക്ഷണത്തിൽ വളർന്നു, പിന്നീട് ആട്ടിടയനായി, പിന്നീട് കച്ചവടക്കാരനായി, പിന്നീട് ഇപ്പോൾ ഒരു കുടുംബനാഥനായിട്ട്, ഒരു ഭർത്താവായി, ഒരു കുടുംബനാഥനായിട്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിട്ടുള്ള, അങ്ങനെ സുഖപ്രദമായിട്ട് ജീവിതം മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ വ്യക്തിത്വം ഇതിലൂടെ തിളങ്ങിക്കാണാൻ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് എപ്പോഴും സാധ്യമാവുന്നൊരു സംഗതിയാണ്. ഈ ചരിത്ര വസ്തുതകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം മുഹമ്മദ് എന്ന വ്യക്തി, അദ്ദേഹം പിന്നീട് പ്രവാചകനായല്ല മറ്റൊരു സംഗതിയാണ്. ഇത് മനുഷ്യകുലത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്, അത് ആളുകളെ മനുഷ്യരായി പരിഗണിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും പരിഗണന, ആരെയും അവഗണിക്കാത്ത രീതിയിലുള്ള പരിഗണന നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ എങ്ങനെ രമ്യമായി ചോര ചിന്താതെ തമ്മിൽ തല്ലാതെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ആരും, അത് ഭരണാധികാരികളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന ഗുണപാഠം നൽകുന്ന ഒരു സംഭവം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നപരിഹാരം എന്നതുകൂടി ചരിത്ര വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്നത് ഇത്തരുണത്തിൽ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്.